ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്നൊരു പുതിയൊരു സാരി മേക്കിങ്ങിൻ്റെ വീഡിയോ ആണ്. ഇത് ഞാൻ ചെയ്തെടുത്ത ഒരു സാരിയാണ്. അതെങ്ങനെയാണ് ചെയ്തെടുത്തതെന്ന് കാണിച്ചു തരാം. ഇത് ഒരു ഗ്ലേസിംഗ് ഉള്ള ഒരു ഡാർക്ക് പിങ്ക് കളറ് മെറ്റീരിയലാണ്. നമ്മൾ സ്കേർട്ടൊക്കെ തയ്ക്കാൻ വേണ്ടിയിട്ട് മേടിക്കുന്നതാണ്. ഇതൊരു മീറ്ററിന് 130 ഒക്കെ ആ പ്രൈസൊക്കെ ആവുന്നുള്ളൂ. ഇത് നമുക്ക് നമ്മുടെ ഒരു സാരിയുടെ ലെങ്ത്ത് ഒരു 5.5 5.5 മീറ്റർ മേടിക്കുക. 5.5 മീറ്റർ മേടിച്ചിട്ട് ഞാൻ ഇതിൽ ചെയ്തിരിക്കുന്നത് സിമ്പിളായിട്ടുള്ള വർക്കാണ് ചെയ്തിരിക്കുന്നത്. ഫുൾ ഇതിൻ്റെ ബോർഡർ അടക്കം ഫുൾ സൈഡിൽ 2 സൈഡിലും ഞാൻ ഇങ്ങനത്തെ ഒരു ചെറിയൊരു ലേസാണ് പിടിപ്പിച്ചിരിക്കുന്നത്. ഇതിങ്ങനെ ഒട്ടിച്ചു വെച്ചു. എന്നിട്ട് നമ്മൾ ചെറുതായിട്ട് ഇതിൻ്റെ ഇടയ്ക്കൂടെ ചെറിയൊരു ഗ്യാപ്പുണ്ട്. ഈ ഗ്യാപ്പിൽ കൂടെ ഇത് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്കിങ്ങനെ പല വലിപ്പത്തിലും പല ഡിസൈൻസിലുള്ള നമുക്കിങ്ങനെ മെറ്റീരിയൽ മേടിക്കാൻ കിട്ടും. ഇങ്ങനെയുള്ള ലേസ് റോളായിട്ട് മേടിക്കുക, അല്ലെങ്കിൽ നമുക്കിങ്ങനെ മീറ്റർ വൈസ് മുറിച്ചാണേലും മേടിക്കാം. അങ്ങനെ മേടിച്ച് ഇങ്ങനെ സൈഡിൽ നമുക്ക് അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ബോർഡർ വീതി കൂടിയത് വേണ്ടിയവർക്ക് അത് സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ വീതി കുറഞ്ഞത് വേണ്ടിയവർക്ക് ഒത്തിരി വണ്ണം ഒക്കെ ഉള്ളവർക്ക് വീതി കുറഞ്ഞ ബോർഡർ ആയിരിക്കും നല്ലത്. അങ്ങനെ നമ്മുടെ ഒരു ശരീര ബോഡി ഷേപ്പ് അനുസരിച്ച് നമുക്കത് സെലക്ട് ചെയ്താൽ മതി. അങ്ങനെ ചെയ്തെടുക്കുക. ഫുൾ ഇങ്ങനെ 5.5 മീറ്റർ മെറ്റീരിയൽ മേടിച്ചു. അത് ഇങ്ങനെ ഫുള്ള് ഈ ഗോൾഡൻ കളറിൽ സ്റ്റോൺസ്, വൈറ്റ് ബീഡ്സും പിന്നെ വൈറ്റ് കളറ് സ്റ്റോൺസും ഉണ്ട്. ഈ രണ്ട് ചേർന്ന് ഇതിൽ ഫിക്സ് ചെയ്തു. ഇത്ര വർക്കേ ഈ സാരിയിൽ ചെയ്തിട്ടുള്ളൂ. ഇനി ബാക്കി വർക്ക് വരുന്നത് ബ്ലൗസിലാണ്. ബ്ലൗസ് നമുക്ക് നമ്മുടെ ഒരു ഇഷ്ടത്തിനും താല്പര്യത്തിനും അനുസരിച്ച് നമുക്ക് കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ഏത് കളർ വേണമെങ്കിലും സെലക്ട് ചെയ്യാം. ഞാനിവിടെ ഒരു ബ്ലൂ കളറാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ബ്ലൂ കളറ് ഇത് രണ്ടും തമ്മിൽ നല്ല മാച്ചിങ് ആയിട്ട് തോന്നി, അങ്ങനെ എടുത്തതാണ്. നിങ്ങൾക്ക് ഏത് കളറാണോ ഇഷ്ടം അതിനനുസരിച്ച് സെലക്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതിന് ഇതുപോലെ തന്നെ ലേസ് നമുക്ക് ഇത് ഗോൾഡൻ കളർ ബീഡ്സും ഇടയ്ക്കിടയ്ക്കായിട്ട് വൈറ്റ് കളർ സ്റ്റോൺസും ചേർന്ന ഒരു വർക്കാണ് വരുന്നത്. ഇതിൻ്റെയും ലേസ് നമുക്കിങ്ങനെ മേടിക്കാൻ കിട്ടും. ഈ ലേസ് ഫുള്ള് ഇതിൽ ആദ്യം ഒട്ടിച്ചു വെച്ചിട്ട് ഇത് പിന്നെ ഇളകി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്കായിട്ട് ചെറിയൊരു അറിയത്തില്ലാത്ത രീതിയിൽ ചെറുതായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇത് 2 സ്ലീവ്സിലും കൊടുത്തു. അതുപോലെ തന്നെ ഫുൾ നെക്കിൻ്റെ പോർഷൻ, ബാക്കും ഫ്രണ്ടും ഉൾപ്പെടെ ഫുൾ നെക്കിൻ്റെ പോർഷനിലും ഇത് ബാക്കിൽ ഫ്രണ്ടിൽ ഫുൾ നെക്ക് പോർഷനിൽ ഇത് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ നമുക്ക് ചെയ്തെടുക്കാം. ഇത് ഗോൾഡൻ കളറിന് പകരം ഫുൾ വൈറ്റുള്ള ഇത് കിട്ടും. ഇങ്ങനെ നമുക്ക് പലതരത്തിലുള്ള ബീഡ്സിൻ്റെ വർക്കുണ്ട്. ഇത് എല്ലാം ക്രാഫ്റ്റ് ഷോപ്പിൽ അവൈലബിൾ ആണ്. പല ടൈപ്പ് മെറ്റീരിയൽ, പല വീതിയിലുള്ളത്, വീതി കുറഞ്ഞത്, ഇതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് സെലക്ട് ചെയ്യാം. പിന്നെ കൂടുതൽ ഹെവി ആയിട്ടുള്ള വർക്ക് വേണ്ടിയവർക്ക് നമ്മൾ ഇത്രയും ഒരു ഹെവി ആയിട്ടുള്ള വർക്ക് ഈ സ്ലീവ്സിലും നെക്കിലും കൊടുത്തിട്ടുള്ളത് കൊണ്ട് ഈ ബാക്കിൽ ഇവിടെയായിട്ട് നമ്മളൊന്നും ചെയ്യുന്നില്ല. അല്ലെങ്കിൽ സിമ്പിളായിട്ടുള്ള വർക്കാണ് ഇവിടെ കൊടുത്തിരിക്കുന്നതെങ്കിൽ നമുക്കിവിടെ ഒരു വാൽക്കണ്ണാടിയോ അല്ലെങ്കിൽ മയിലിൻ്റെ വർക്കോ അങ്ങനെ പീകോക്ക് ഡിസൈനോ എന്തെങ്കിലുമൊക്കെ നമുക്കിങ്ങനെ ചെയ്തെടുക്കാം. അല്ലെങ്കിൽ കുറച്ചുകൂടി വേണ്ടിയവർക്ക് ഇടയ്ക്കിടയ്ക്കായിട്ട് ഗോൾഡൻ കളർ ബീഡ്സ് ഈ സ്ലീവ്സിൻ്റെ സൈഡിലും കൂടെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.